Why did you choose Yuba? വന്നപ്പോ തന്നെ ഫസ്റ്റ് വീക്ക് ഞാൻ നല്ല വൈബ് അടിച്ച് അങ്ങനെ പിന്നെ എന്തായാലും കണ്ടിന്യൂ അയച്ചു. മിസ്സുമാരായാലും ഇവിടെ മെന്റേഴ്സ് ആയാലും സ്റ്റാഫായാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. വേറെ തന്നെ വൈബ് 100% പ്ലേസ്മെന്റും ഇന്റേൺഷിപ്പും ഗ്യാരണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ യൂബ ചൂസ് ചെയ്തത്. ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേസ്മെന്റ് കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവും. യുബയിലാണെന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ വേണ്ട. കാരണം നമുക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസിയിലുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് കാര്യം നമുക്ക് 100% യൂബ സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് നൽകുന്നുണ്ട്. അതിന് പുറമെ നല്ല റിവ്യൂസ് ആണ് നമുക്ക് പുറമെ നിന്ന് കിട്ടുന്നതും. നോ ബാഡ് റിവ്യൂസ്. അപ്പൊ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നുകൂടി സിലബസ് ബെറ്റർ ആയി തോന്നിയതാണ്. ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ചെക്ക് ചെയ്ത് നടക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് യൂബയിൽ എന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓര് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട് മനസ്സിലായപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ആംബിയൻസ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ ക്ലാസ്സിലാണെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൊളിയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. ഇതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഏറ്റവും ബെറ്റർ യൂബയിലാണ്. എന്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ ഇവിടെ പ്ലേസ്മെന്റും കാര്യങ്ങളും ക്ലാസ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞുകൊണ്ട് തന്നെ തരുന്നുണ്ട്. ക്ലാസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണമെന്നുണ്ടേനി. അപ്പൊ ഞാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നോക്കി. ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് യൂബ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ യൂബ സെലക്ട് ചെയ്തത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് HR മാനേജ്മെന്റ് കോഴ്സിനെ കുറിച്ചിട്ട് അറിയുന്നതും. അപ്പം ആ ഒരു കോഴ്സ് എന്തുകൊണ്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിക്കണം, അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളത് സെർച്ച് ചെയ്തിരിക്കുന്ന ടൈമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ യൂബയുടെ ഒരു പേജ് കാണുന്നത്.